സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? റസൂലുള്ളാഹിന്റെ പ്രവചനം നോക്കി എത്ര സത്യസന്ധമായിട്ടാണ് അള്ളാഹിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹിന്റെ റസൂൽ അന്ന് പറഞ്ഞത് മുഴുവനും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പല മോഡൽ വസ്ത്രങ്ങളും ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ശരീരത്തിന്റെ മാംസതലങ്ങൾ ഇറുക്കി പിടിച്ച വസ്ത്രങ്ങൾ ഇന്ന് ഈ ലോകത്ത് വിപണിയിലാണ്. ആ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് വിപണിയിലേക്ക് ഇറങ്ങുകയാണ്, നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അതാ ഒരു ലജ്ജയില്ലാത്ത സമൂഹമായി നമ്മൾ മാറുകയാണ്. എങ്കിലും അതിന്റെ ഇടയിൽ സ്വാലിഹീങ്ങളായ മനുഷ്യരുമുണ്ട്. ഒരു ലജ്ജയില്ലാത്ത സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാ. ഒരു ഹയാ ഇല്ലാത്ത സമൂഹമായി ഞാനും നിങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്വാലിഹീങ്ങളാക്കണേ പടച്ച റബ്ബേ എന്ന് ആത്മാർത്ഥമായി പരിശുദ്ധമായ റമളാന്റെ രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും ദുആ ചെയ്തോ അല്ലാഹ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തീർന്നില്ല. കൊള്ളി മീനുകൾ അടിച്ചുകൊണ്ട് അന്നത്തെ ജനങ്ങൾ മരിച്ചു പോകുമെന്ന് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. വലിയ ഭൂകമ്പങ്ങളും ഉണ്ടാകും, അതിലൂടെ തന്നെ ഇടിമിന്നലുകൾ വെട്ടും. ആ ഇടിമിന്നലിൽ അന്നത്തെ ജനങ്ങൾ മരിച്ചു പോകുമെന്ന് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ല വീണ്ടും സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമുസ് സാഅ لا يدري القاتل فيما قتل ولا المقتول فيما قتل. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ തീരത്തിരുന്നുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഈ ഇടയിൽ നടന്ന സംഭവമാണ്. വെഞ്ഞാറമൂടിന്റെ മണ്ണില് അല്ലാഹുവേ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാ, പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. ഈ കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ അന്നതാ പ്രവചിക്കുകയാണ്. ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല സ്വഹാബ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല സ്വഹാബ. ലാ യദിരിൽ ഖാതിലു ഫീമാ ഖതല വലൽ മഖ്തൂലു ഫീമാ ഖുതില. കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊന്നത്, കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊന്നത്, കൊല്ലപ്പെട്ടവൻ അറിയില്ല ഞാൻ എന്തിനാണ് വധിക്കപ്പെട്ടത്. കൊന്ന മനുഷ്യൻ അറിയത്തില്ല ഞാൻ എന്തിനാ അവനെ കൊന്നത്. വെറുതെ ആളുകളെ കൊല്ലുക അല്ലേ? കൊലപാതകങ്ങൾ അദ്ദേഹം ഖർജ് വർദ്ധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നേരത്തെ പറഞ്ഞു. നമ്മൾ കൊല്ലുന്നവൻ അറിയത്തില്ല ഞാൻ എന്തിനാണ് അവനെ കൊന്നത്, കൊല്ലപ്പെട്ടവനും അറിയത്തില്ല ഇവൻ എന്തിനാ എന്നെ കൊന്നത് അല്ലെ, ഇവൻ എന്തിനാ എന്നെ വധിക്കപ്പെട്ടത്. അങ്ങനെ ഒരു കാലഘട്ടം നടന്നില്ലേ? വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. സ്വന്തം ഉമ്മയെ പോലും, അഫാൻ എന്ന് പറയുന്ന മോൻ സ്വന്തം ഉമ്മയെ പോലും കഴുത്ത് നെരിച്ച് കൊല്ലാൻ ശ്രമിച്ചില്ലേ? എന്തിനധികം തന്റെ കുടുംബക്കാരെ മുഴുവനും, തന്റെ അനിയനെ, തന്റെ സ്വന്തം കൂടെ പിറന്ന തന്റെ അനിയനെ പോലും, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ ചുറ്റിയലുകൊണ്ട് തലക്കടിച്ചു കൊന്നില്ലേ? ആ പൊന്നുമോൻ അറിയാമോ ഞാൻ എന്തിനാണ് മരണപ്പെട്ടതെന്ന്? എന്റെ ഇക്ക എന്തിനാ എന്നെ വധിച്ചതെന്ന് ആ പൊന്നുമോൻ അറിയാൻ കഴിയുമോ? എവിടെയെങ്കിലും നമ്മൾ അത് കേട്ടിട്ടുണ്ടോ? വെറുതെ കൊലപാതകങ്ങൾ അധികരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഇടയിൽ ഒരു പെട്രോൾ പമ്പിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരനെ ഒരുത്തന്റെ കഴുത്ത് വെട്ടിക്കൊന്നു കളഞ്ഞില്ലേ? ഇതാ കൊലപാതകങ്ങൾ അധികരിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. സൂക്ഷിക്കണം, ഖിയാമത്ത് നാൾ കടന്നു വരാൻ പോവുകയാണ്. എപ്പോഴാണെന്ന് എന്റെ കയ്യിലില്ല, എനിക്ക് അറിയത്തില്ല, അത് അല്ലാഹുവിന്റെ പക്കലാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളം മാത്രം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തി തരികയാണ്. അതും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അടയാളങ്ങൾ. എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യരായ തൻസീർ മന്നാനി ഉസ്താദ് അവറുകൾ എനിക്ക് പറഞ്ഞു തന്ന ഹദീസുകൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി പഠിപ്പിച്ചു തരികയാണ്. സ്നേഹനിധിയായ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ എനിക്ക് പറഞ്ഞു തന്ന ഹദീസുകൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി ഞാൻ അതാ പറഞ്ഞു തരികയാണ്. കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊന്നതെന്ന്, കൊല്ലപ്പെട്ടവനും അറിയത്തില്ല ഞാൻ എന്തിനാണ് വധിക്കപ്പെട്ടതെന്ന്.
പെട്ടെന്ന്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. അതുകൊണ്ട് മഗ്രിബ് കഴിയുമ്പോ പഴയ കാലഘട്ടത്തിലോട്ട് പോകണം നമ്മൾ, അല്ലേ? ഇന്ന് കൊടുക്കണ്ടെന്നല്ല ഞാനും ഉപയോഗിക്കുന്നത് ആ ഫോൺ, ഇല്ലെന്നല്ല ഞാനും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ മക്കളെ കയ്യിൽ ഫോൺ അധികം കൊടുക്കാൻ പാടില്ല. അതിലൂടെ അവര് പലതും കാണുകയാണ്, അതിലൂടെ അവര് പലതും മനസ്സിലാക്കുകയാണ്. അവര് വളരുമ്പോൾ അവരതേപോലെ ചെയ്യും. എന്തിനധികം എന്റെ പ്രിയമുള്ളവരെ, ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നില്ല, മക്കളെ വളർത്തുമ്പോ മര്യാദയോടുകൂടി വളർത്തണം, മര്യാദയോടുകൂടി അവർക്ക് അദബിനെ പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദകൾ പറഞ്ഞു കൊടുക്കണം. ആ സ്ഥാനത്ത് നിന്ന് ഫോൺ കയ്യിൽ കൊടുക്കുകയാണ്. അതിലൂടെ വരുന്ന തോന്നിവാസങ്ങൾ മുഴുവനും നമ്മുടെ മക്കൾ കാണുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, വേണ്ട, നമ്മളത് നമ്മുടെ പൊന്നാര മക്കൾക്ക് ഫോൺ കയ്യിൽ കൊടുക്കണ്ട. അവരെത്ര കരഞ്ഞാലും ഇനി വേണമെന്ന് പറഞ്ഞാലും കൊടുക്കണ്ട. അതിന് പകരമായിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രങ്ങൾ മക്കളെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ വളർത്തിക്കോ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് മക്കളെ വളർത്ത്. അവർ നല്ല രീതിയിൽ വളരട്ടെ. ഉമറിന്റെ ജീവചരിത്രങ്ങളൊക്കെ പറയാൻ നിന്ന സമയം കിട്ടൂല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, നല്ല രീതിയിൽ നമ്മുടെ മക്കള് ഇനി വരുന്ന കാലഘട്ടത്തെ നല്ല രീതിയിൽ നമ്മുടെ മക്കള് ജീവിക്കണം. അതിനുവേണ്ടി ദുആ ചെയ്യുകയും വേണം, നല്ലത് പറഞ്ഞു കൊടുക്കുകയും വേണം. മഗ്രിബിന്റെ സമയം കഴിയുമ്പോ എല്ലാവരെയും വീട്ടിലിരുത്തി മദ്രസയിൽ വിട്ട് യാസീൻ ഓതി പഠിപ്പിക്കുക, അല്ലെങ്കിൽ ദറസിലേക്ക് വിടുക. ഇന്ന് ഇൽമു വേണ്ടല്ലോ, അതും ഖിയാമത്ത് നാളിന്റെ മറ്റൊരു ചെറിയ അടയാളമാ. ഇൽമു കുറഞ്ഞു പോകുന്നത് ഖിയാമത്ത് നാളിന്റെ മറ്റൊരു ചെറിയ അടയാളമാ. കള്ളുകുടി വർദ്ധിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ മറ്റൊരു ചെറിയ അടയാളമാ. അതുമാത്രമല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലഹരി പദാർത്ഥങ്ങൾ വർദ്ധിക്കുന്നതും ഖിയാമത്ത് നാളിന്റെ മറ്റൊരു ചെറിയ അടയാളമാ. ഇൽമു വേണ്ട, മദ്രസയില് 1-2 ക്ലാസ് വരെ, അല്ലെങ്കിൽ 4 ക്ലാസ് വരെ, 3 ക്ലാസ് വരെ മക്കളെ വിടും. അത് കഴിഞ്ഞ് അവരെല്ലാം പൂർത്തീകരിച്ചു എന്നാണ് നമ്മളെ വിചാരം. എവിടെ പൂർത്തീകരിക്കുക? അത് കഴിഞ്ഞും അവരെ പഠിപ്പിക്കണ്ടേ? ഉമ്മയാരാണെന്ന് മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വാപ്പയാരാണെന്ന് മദ്രസയിലെ ഉസ്താദന്മാര് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ വിദ്യാഭ്യാസത്തിലും ഉമ്മയുടെ മഹത്വത്തെ പറ്റിയും വാപ്പയുടെ മഹത്വത്തെ പറ്റിയും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് മദ്രസയിൽ വിട്ട് പഠിപ്പിച്ചുകൊട്. വാപ്പ മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നോമ്പ് മുറിക്കാൻ പോകുന്ന തിന്നാൻ വേണ്ടിയിട്ടാ, നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ല. ചില ആളുകൾ നിസ്കരിക്കാൻ കയറുമ്പോൾ മക്കളെയും കൊണ്ട് നിസ്കരിക്കാനൊക്കെ കയറും. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്നാൽ ചില മുസ്ലിമീങ്ങൾ മക്കളെയും കൊണ്ട് പള്ളിയിൽ പോകുന്ന തിന്നാൻ വേണ്ടിയിട്ട്, അല്ലെ, മഗ്രിബിന്റെ സമയവും നോമ്പ് കുറിക്കാൻ സമയമാകുമ്പോ മക്കളെയും കൊണ്ട് ഒരു പോക്കങ്ങ് പോകും. നിസ്കരിക്കാൻ കയറൂല. അതുപോലെ നോമ്പെല്ലാം മുറിച്ച് റോട്ടിലോട്ട് ഇറങ്ങും, മൊബൈൽ കുത്തി അങ്ങിരിക്കും. യുവാക്കളും ചില ആളുകൾ മൊബൈൽ കുത്തി അങ്ങിരിക്കും, നിസ്കരിക്കാൻ കയറൂല, നിസ്കരിക്കാൻ പള്ളിയിൽ കയറൂല. അങ്ങനെ ഇരിക്കുകയും അത് മക്കൾ പിന്നെ കണ്ടു വളരുകയും ആ മക്കളും പിന്നെ വളർന്നു വരുമ്പോ, എന്റെ പ്രിയം, നിങ്ങൾ അങ്ങനെ ചെയ്യൂന്നല്ല ഈ പറയുന്നത്. ആ മക്കൾ അങ്ങനെ വളർന്നു വരുമ്പോ എവനേക്കാളും ഏറ്റവും വലിയ തോന്നിവാസിയായി മാറും. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ആത്മാർത്ഥമായ ആമീൻ പറയുകയാണ്. ആമീൻ പറയും. നിസ്കാരമെല്ലാം കഴിഞ്ഞ ആളുകളെല്ലാം ക്യാൻറ്റീനിലേക്ക് കയറുമ്പോൾ, ആഹാരം കഴിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുമ്പോൾ ഒരു ഒറ്റ ഓട്ടോ. അവിടെ എന്തുണ്ട്? ബിരിയാണി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, ബീഫ് ഉണ്ട്. ഇതിനാണ് ഇന്ന് പള്ളിയിൽ പോകുന്നത്. ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയണമല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മക്കളെയും കൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോ പള്ളിക്കകത്തു തന്നെ കയറടേ, പള്ളിക്കകത്തു തന്നെ കയറി നമസ്കരിക്കണേ. അത് കഴിഞ്ഞിട്ടും ഫുഡ് കിട്ടൂലേ? മക്കളെ നല്ല രീതിയിൽ വളർത്ത്. അൽ ഖത്ലു, കൊലപാതകങ്ങൾ അധികരിക്കുന്ന കാലം വരുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഖർജ് വർദ്ധിക്കുന്ന കാലഘട്ടം വരുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ ഇത്രയും ചെറിയ അടയാളങ്ങൾ കേട്ടപ്പോ തന്നെ ഏകദേശമൊക്കെ മനസ്സിലായി, ഖിയാമത്ത് നാളൊക്കെ സംഭവിക്കാറായി, ഏകദേശമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ?
എത്രയോ ഉസ്താദന്മാരെ നമുക്ക് പഠിപ്പിച്ചിരുന്നു, എത്രയോ ഉസ്താദന്മാര് അല്ലെ, എത്രയോ വാളന്മാർ, എത്രയോ ഉസ്താദന്മാർ നമുക്ക് നമ്മുടെ ഈ സദസ്സിന്റെ നേതൃത്വം വഹിക്കുന്ന ഷഫീഖ് ബദരി ഉസ്താദ് അവറുകൾ ഇൽമുകൾ പറഞ്ഞു തരുന്നില്ലേ? ഉസ്താദിന്റെ ഇൽമ കേൾക്കുകയും അത് കേട്ട് അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യണം. എന്തിനധികം എൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യരായ തൻസീർ മന്നാനി ഉസ്താദ് അവറുകൾ ദീനുകൾ പറഞ്ഞു കൊടുക്കുന്നു. ലോകത്തുള്ള എല്ലാ ആലിമീങ്ങളും ദീനുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞു തരുന്ന ദീനുകൾ അത് കേട്ടു പഠിച്ച് അതനുസരിച്ച് ജീവിക്കണം. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മളെ മക്കൾ നമ്മളെ കണ്ടാണ് വളരേണ്ടത്. നമ്മുടെ മക്കൾ നമ്മളെ കണ്ടാ വളരേണ്ടത്. നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കളൊന്നും ചെയ്തില്ല എങ്കിലും ഒരല്പം അതിൻ്റെ ഒരു അടുത്ത് അവരെങ്കിലും ഒന്ന് പിടിച്ചിരുത്താനുള്ളൊരു മനസ്സുണ്ടാവണം. അത് കണ്ടവർ പഠിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. തീർന്നില്ല. ഖിയാമത്ത് നാളിന്റെ മറ്റൊരു അടയാളത്തെ പറ്റി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പതാ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബാക്കൾ ചോദിക്കുകയാണ്, പറഞ്ഞു തരാമോ നബിയേ? വീണ്ടും അതാ ഖിയാമത്ത് നാളിനെ പറ്റി അങ്ങൊന്ന് പഠിപ്പിച്ചു തരടേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ, ഖിയാമത്ത് നാൾ കടന്നു വരുമ്പോ സഹാബാ ഭൂമികൾ വിറയ്ക്കപ്പെടുന്ന കാലം വരും. സഹാബാ ഭൂമികൾ കിടുകിടാ വിറയ്ക്കുന്ന കാലഘട്ടം കടന്നു വരും. സഹാബാ അതിലൂടെ ഭൂമികളതാ ധൂളിയായി മാറുന്ന കാലഘട്ടം കടന്നു വന്നാൽ തുർക്കിയിൽ നടന്നില്ലേ പെങ്ങളെ? തുർക്കിയിൽ നടന്നില്ലേ പെങ്ങളെ? കത്രീന കാറ്റുകൾ പോലെയുള്ള വലിയ ഭൂകമ്പങ്ങൾ നിറയപ്പെട്ട, വലിയ അപകടങ്ങൾ നിറയപ്പെട്ട കാറ്റുകൾ കടന്നു വരുന്നത് അത് ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്ത് കാറ്റ്? പേരറിയാൻ കഴിയാത്ത കാറ്റുകളാ, പേരറിയാൻ കഴിയാത്ത രോഗങ്ങൾ വരെ നമ്മുടെ ഈ സുന്ദരമായ നാട്ടിൽ വന്നില്ലേ? അത് ബാധിച്ച് എത്രയോ പേര് മരണപ്പെട്ടു പോയി. അതാ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരതാ മറ്റൊരു ഹദീസ് നോക്കിയാൽ കാണാ, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരതാ ഖബറിന്റെ തീരത്തിലൂടെ നടന്നു പോകുമ്പോ, ഖബറിന്റെ അരികത്തിലൂടെ നടന്നു പോകുമ്പോ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടതാ ഇവരതാ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്ത് ഭാഗ്യവതികളാണ്, ഈ കാലഘട്ടം കാണാതെ തന്നെ നിങ്ങൾ മരിച്ചു പോയില്ലേ? ഞാനും മരിക്കാൻ മോഹിക്കുകയാണ്. അല്ലാഹു